കല്യാട്ടെ ഗൾഫുകാരനായ സുഭാഷിന്റെ ഭാര്യ ദർശിതയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി. ചാർജിൽ പൊട്ടിത്തെറിച്ചുള്ള അപകടമാക്കി മാറ്റാൻ ശ്രമിച്ചുവെന്ന് പോലീസ് റിപ്പോർട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇരിക്കൂർ കല്യാട്ടെ സുഭാഷിന്റെ അമ്മ സുമതലയുടെ വീട്ടിൽ നിന്ന് 30 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയും കാണാതായത്. ഞായറാഴ്ചയാണ് ഇവരെ കർണാടകയിലുള്ള സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിക്രൂരമായിട്ടാണ് 22-കാരൻ സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയത്. മൊബൈൽ ചാർജിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം. ഏറെ നാളായി സൗഹൃദം പുലർത്തിയിരുന്ന ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതും സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചിരുന്നു. മോഷണ ദിവസമായിരുന്നു ദർശിതയും മകളും വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ദർശിത സാലിഗ്രാമിലെ സിദ്ധരാജു എടുത്തിരുന്ന ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് തർക്കങ്ങൾ ഉണ്ടായി. ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സിദ്ധരാജു അവിടെയുണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് കർണാടക പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ദർശിത മകളെയും കൂട്ടി പോയത് സ്വന്തം വീട്ടിലേക്ക്. കുട്ടിയെ അവിടെയാക്കിയാണ് കർണാടകയിലെ സാലി ഗ്രാമത്തിലേക്ക് പോയതെന്നാണ് കരുതുന്നത്. സ്വർണം നഷ്ടപ്പെട്ട വീട്ടിലെ അലമാരയിൽ നിന്ന് 5 ലക്ഷം രൂപയും കാണാതായിരുന്നു. മോഷണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. മകളെ സ്വന്തം വീട്ടിലാക്കിയ ശേഷം ദർശിത കർണാടക സ്വദേശിയുടെ ഒപ്പം പോയി എന്ന വിവരമാണ് പിന്നീട് ലഭിച്ചത്. ഇതിന് ശേഷമാണ് ഞായറാഴ്ച ഉച്ചയോടെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് സുഹൃത്ത് കർണാടക പോലീസിന് നൽകിയ മൊഴി. ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോയി. അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. പിന്നീട് ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തു പോയി പിന്നെ വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ല. ലോഡ്ജ് ജീവനക്കാരെ വിളിച്ച് വാതിൽ പൊളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇതല്ല സത്യമെന്ന് പിന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെടുത്തു. കാരണം ഇയാൾ കൊന്നതാണ്. കാരണം ഭാര്യ അവളെ കുറച്ച് ഒരുപാട് സ്വർണ്ണം പണമുണ്ട്. അപ്പോൾ ഇവർ പരിചയത്തിൻ്റെ പേര് പരിചയപ്പെട്ട് പ്രവാസിൻ്റെ ഭാര്യയാണ്. അയാൾ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ഇയാളുമായിട്ട് ഈ പെണ്ണുമായിട്ട് ഇയാൾ പരിചയപ്പെട്ട് പിന്നെ എന്ത് ചെയ്ത് നല്ലോണം പൈസ വായ്പ കൊടുക്കൽ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുക്കൽ തുടങ്ങി. അപ്പോൾ ഇവള് പിന്നെ ഇവർ ഈ പൈസ ചോദിക്കാൻ എന്തിനോ പിന്നെ പോയതാണ്. അവൻ്റെ ഒപ്പം എറിഞ്ഞായിട്ട് തിരിച്ചതയ്ക്കും. ആരും വീട്ടിലില്ലാണെന്നപ്പോൾ കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കി പിന്നെ ഇയാളെ കൂടെ അങ്ങ് പോവാന്ന് തീരുമാനിച്ചു. പിന്നെ തർക്കിച്ചേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം. കാരണം ഇവർ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ ആവും. ഈ ഭർത്താവ് അറിയാതെ ഇങ്ങനെ ഭാര്യമാരിങ്ങനെ ചെയ്താലും ഭാര്യമാരറിയാതെ ഭർത്താക്കന്മാർ ചെയ്താലും ആർക്ക് കിട്ടണോ ഇതും അവസാനമുള്ള ഇത് വരുന്നത് ഇങ്ങനെ തന്നെ. ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവും, പിന്നെ കൊലപാതകമാവും. ഇങ്ങനത്തെ ഓരോരതാണ് ഇപ്പോൾ നാട്ടിൽ വന്നു വരുന്നത്. കാരണം എല്ലാവരും എടുക്കുന്നത് ഈ പെണ്ണിനായാലും ഇവളെ ഒരു പ്രവാസിനെ ഭാര്യയാണ്. ഇവളെ നല്ല സ്വർണ്ണം പണം ഉണ്ട് കാണുമ്പോൾ ഇവന് ശരിക്കും ആ പൈസയും സ്വർണ്ണയും വാങ്ങാനുള്ള ഇതിലായിട്ട് നിന്ന് ഇവളെ സ്നേഹിക്കാൻ നിന്ന് സ്വർണ്ണയും പൈസയും എങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ അവളെ ഇതായിട്ട് ഉപേക്ഷിക്കാനെന്തോ ചിലപ്പോൾ സ്വർണ്ണത്തിനെ കുറിച്ചോ പണത്തിനെ കുറിച്ചോ എന്തോ ചോദിക്കുകയോ പറയുക എന്തോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവന് അത് കൊല്ലുകയും ചെയ്ത്. ഏതായാലും എന്ത് ചെയ്യാൻ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. ഇവരെയൊക്കെ വിചാരം സ്നേഹിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇവർ നല്ല തേനെ പൂവേന്നൊക്കെ ഇങ്ങനെ സ്നേഹിക്കാൻ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവോ ഇത്രയും നല്ല ഒരുത്തനെ കിട്ടിയില്ലല്ലോ. ശരിക്കും ഇവർ ജീവിതത്തിലേക്കാട്ട് വരുമ്പോൾ യഥാർത്ഥ ജീവിതമായിട്ട് തുടങ്ങുമ്പോഴാണ് ഇവരെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിട്ട് മനസ്സിലാവുക. കാരണം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോയാൽ തന്നെ ആ പെണ്ണിന് നല്ല രീതിയിൽ അവിടെ ജീവിക്കാനാവുന്നില്ല.
ഭർത്താവിൻ്റെ കുത്തും പോരാത്ത അമ്മായിമ്മേൻ്റെ കുത്തും പിന്നെ നാത്തൂൻ്റെ കുത്തുമായിട്ട് ഉണ്ടാകാം. അപ്പോഴപ്പോൾ ഇത് സ്നേഹിച്ചായിട്ട് പോയാൽ ഇപ്പോൾ ജീവിക്കാനാകുക. ഇവർ ഈ സ്വർണ്ണവും പണ്ടോ എടുത്തു കഴിഞ്ഞ് പണം കയ്യിലുള്ള സ്വർണ്ണവും പണ്ടോ എല്ലോ ഇവൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതിയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. പിന്നെ ആ വീട്ടിലേക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ അത് കിട്ടുന്നത് അതായിട്ട് ചിലവ് നടത്തി എല്ലാമായിട്ട് മുടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നിറം മാറുന്നതാണ് കാണുക. പിന്നെ അവന് പിന്നെ വയക്കായി നല്ലായി കുത്തായി പിന്നെ പോരലായി. പിന്നെ ശരിക്കും അനുഭവം കൊണ്ട് പാഠം പഠിക്കുമ്പോഴാണ് ഓരോ പെൺകുട്ടികളും ഒന്ന് മനസ്സിലാക്കുന്നത് ജീവിതം പോയി, ജീവിതം വന്നത് ഇറങ്ങിത്തിരിച്ചത് മണ്ടത്തരമായി എന്നുള്ളത്. കാരണം ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. അപ്പോൾ എൻ്റെ കാമുകന് മറ്റുള്ളവരെ പോലെയല്ല, നല്ലവനാണ് എന്നുള്ളൊരു ചിന്തയാണ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുക. കാരണം ഇറങ്ങിത്തിരിച്ച് അനുഭവം കൊണ്ട് പാഠം പഠിക്കുമ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുക ഇറങ്ങിത്തിരിച്ചത് മോശമായിന്ന്. ശരിക്കും ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ ഇങ്ങനെ തന്നെയാണ് വരിക എന്നുള്ള എല്ലായിടത്തും. ചിലപ്പോൾ ഏതെങ്കിലും 100-ൽ 1-2 അങ്ങനെയൊക്കെ ഒന്ന് ചിലപ്പോൾ സക്സസ് ആവും, നല്ല രീതിയിലായിട്ട് പോകും. കാരണം അത് ചില ആണുങ്ങൾ പഞ്ചപാവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ പഞ്ചപാവമാണ് ആയാൽ ചിലപ്പോൾ ആ പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടു. അവർക്കും ആ പെണ്ണിനും കുറച്ച് നാവിന് കുറച്ച് നീട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ രക്ഷപ്പെട്ട്. അതല്ല എങ്കിൽ കുറച്ചൊരു പാവമുള്ള പെണ്ണാണെങ്കിൽ പോയി അവളെ കാര്യം ആണ് സ്ഥിതി.